നമസ്കാരം സർ. അത് തന്നെ റോന്തിലെ കഥാപാത്രത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ സർ? ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും പല എക്സ്ട്രീം പോലീസ് കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ തീർച്ചയായും ഒരു സംവിധായകൻ നിലയിലും അല്ലെങ്കിൽ എഴുത്തുകാരൻ നിലയിലും നടൻ നിലയിലും സർ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ്. ഈ റോന്തിലെ യോഹന്നാൻ എത്രത്തോളം വ്യത്യസ്തമായിരുന്നു? എന്തുകൊണ്ട് യോഹന്നാനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഈ പൊതുവെ നമുക്കൊരു പോലീസ് ക്യാരക്ടർ വരുമ്പം ഒരു ആക്ടിങ് കരിയറിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും വീണ്ടും പോലീസായിട്ട് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ കഴിയുമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തതയുള്ള ക്യാരക്ടറാണോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷേ ഷാഹി വന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ കഥയൊന്നും കേൾക്കാൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ ഷാഹിയോട് പറഞ്ഞു, ഷാഹി ചെയ്യുന്നൊരു ഷാഹി എഴുതുന്നൊരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അത്ര ഒത്തൻറ്റിക്കായിട്ട് ഒരു പോലീസ് സ്റ്റോറി ചെയ്യാൻ നിലവിലെ ഇൻഡസ്ട്രിയിലെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഷാഹി. ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഷാഹിയുടെ പോലീസ് ക്യാരക്ടർ അതെന്തായാലും അത് അത്ര ഡീറ്റെയിൽ ആയിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിലെ ടീച്ചറിലെ ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ ലീവിന്റെ അത്ര കൂടെ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന്. അപ്പം തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് തന്നെയായിരുന്നു ഈ ചിത്രം എന്ന് തോന്നുന്നു. നമ്മൾ ടീച്ചറെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു അഭിനയത്തിന്റെ എക്സ്പീരിയൻസ്? യോഹന്നാന്റെ ക്യാരക്ടർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പോലീസിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് പഴക്കമൊക്കെ വന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് അയാൾക്ക് എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അയാളുടെ പെരുമാറ്റത്തിലും അയാൾ ഓരോ കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതുകൊണ്ട് ഇവരുടെ ഒരു റൂമത്തിനിടയിൽ അവർ കണ്ടുമുട്ടുന്ന ഓരോ കേസുകളും കഥാപാത്രങ്ങളോടും അയാൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് പെരുമാറുന്നത്. ഷാഹി എന്നോട് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ ഇയാൾക്കൊരു ക്യാരക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇയാൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഓരോ മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ട് അയാൾക്കനുസരിച്ചായിരിക്കും ഇയാളുടെ സ്വഭാവം ആ നിമിഷത്തിൽ രൂപപ്പെടുക. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ അത്രയും വേരിയേഷൻസും വേവ്സും ഉള്ളൊരു ക്യാരക്ടറാണ്. ഇതായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ. എന്നാൽ റോഷൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ചെറിയ റാഗിങ്ങുകളും ചെറിയ കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ കഥാപാത്രങ്ങൾ ഒരുമിച്ച് ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോകുന്ന പോലെയാണ് സിനിമയിലുള്ളത്. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കിംഗ് ആയിരുന്നു, പ്രത്യേകിച്ച് റോഷനായിട്ട്. ആസ് എ ആക്ടർ റോഷൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഭയങ്കര ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള സുഖം ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ആൻഡ് റോഷൻ എനിക്കൊന്ന് ആദ്യമായിട്ട് ഒരു പോലീസ് യൂണിഫോമിൽ വരുന്ന സിനിമയാണ് അല്ലേ? അപ്പൊ പോലീസിന്റെ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് വന്നപ്പോൾ ഒരു പോലീസുകാരൻ ഉള്ളിൽ കയറി എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് പോലീസുകാരനായപ്പോ ആ ഒരു അനുഭവം? ഇല്ല, ആദ്യമായിട്ട് പോലീസുകാരനാവുന്നത് ഇങ്ങനെ സിനിമയിൽ എസ്പെഷ്യലി കുറച്ച് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണല്ലോ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ. ആദ്യത്തെ ഓട്ടോ റിക്ഷ ഡ്രൈവർ എന്നുള്ളതിന് ആരും അങ്ങനെ പറയാറില്ല. എങ്ങനെയോ പോലീസ് സിനിമ കുറച്ച് നാളായിട്ട് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോൾ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രഷറൊക്കെ തോന്നി. അപ്പം ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഷാഹിയുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സുഹൃത്ത് വലയത്തിലുള്ള കുറേ പോലീസുകാരും, പിന്നെ മണിയാർ പോലീസ് ക്യാമ്പിലുള്ള കുറച്ച് പോലീസുകാരും, പിന്നെ പെട്രോളിങ്ങിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുറച്ച് പോലീസുകാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഷാഹിനെ എസ്പെഷ്യലി കുറച്ചുകൂടെ അടുത്തറിഞ്ഞപ്പം ഇവരൊക്കെ മനുഷ്യർ തന്നെയാണ്. അവർ ജോലിക്ക് പോകാൻ വേണ്ടി ഒരു യൂണിഫോം ഇടുന്നു. ദാറ്റ് യൂണിഫോം കംസ് വിത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ദാറ്റ് യൂണിഫോം കംസ് വിത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് പ്രഷർ ആൻഡ് പവർ എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ആ പേടി അങ്ങ് മാറി കിട്ടി. പിന്നെ ഇതിനകത്ത് അങ്ങനെ നെഞ്ചു വിരിച്ച് വലിയ പോലീസുകാരനായിട്ട് നടക്കേണ്ട ഇന്നത് പുതിയൊരു പയ്യനാണ്. ജസ്റ്റ് പണിയെടുത്ത് തുടങ്ങിയിട്ടുള്ള ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതുപോലെ എനിക്ക് തോന്നുന്നു റോഷൻ ഒരു മലയാളത്തിന്റെ ചെറിയൊരു ബ്രേക്കിന് ശേഷം, ഒരു ഏകദേശം 1 ഇയറിന്റെ ഒരു ഗ്യാപ്പിന് ശേഷമല്ലേ ഈ ഒരു സിനിമ വരുന്നത്. അപ്പൊ റോഷൻ തീർച്ചയായിട്ടും എല്ലാ മൂവീസും വളരെ സെലക്ട് ചെയ്ത് ഓരോ കഥാപാത്രം വളരെ ചൂസ് ചെയ്ത് അഭിനയിക്കുന്ന ഒരാളെന്ന് അറിയാം. അപ്പോൾ എന്തുകൊണ്ട് റോന്ത് എന്ന മൂവി, ഈ ഒരു ക്യാരക്ടർ ദിന്നാദ് എന്ന ക്യാരക്ടർ, എന്തുകൊണ്ട് ഈ മൂവി? ഷാഹിയുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് മുതൽ ഷാഹിയുടെ സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ വീഴാപ്പൂഞ്ചെറിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഷാഹി ഇൻവോൾവ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇതിൻ്റെ കഥ കേട്ടിട്ട് ഞാൻ ചുമ്മാ ഇറങ്ങിയപ്പോൾ എന്നൊക്കെ ഷാഹി പറയുമെങ്കിലും എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഇമോഷണൽ സ്ട്രക്ചർ ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് ഈ
കഥ ഈ കഥ അനുവദിച്ചു കൊടുക്കുന്നത് ഒരു പെട്രോളിംഗ് നൈറ്റിന്റെ കഥ ആയതുകൊണ്ട് അത് അനുവദിച്ചു കൊടുക്കുന്ന അതിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു സ്ട്രക്ചർ. അപ്പോൾ അതും ഭീകരമായിട്ട് എക്സൈറ്റ് ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ അത് ചെയ്യണം എന്ന് തോന്നി. പിന്നെ ഷാഹി 2 കൊല്ലം മുമ്പ്, ഏകദേശം 2 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കുന്ന, ഒരുപാട് പ്രോജക്റ്റുകളുടെ ഇടയിൽ നിന്ന് പിക്ക് ചെയ്യാം എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ നിന്നിരുന്നത്. ആ സമയത്താണ് ഈ സിനിമ എൻ്റെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നുള്ളൊരു കൊല്ലത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട് കുറേ പ്രോജക്റ്റുകൾ മിസ്സായി, കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റാതായി പോയി, പല പല റീസൺസ് കൊണ്ട്. ആ പോയിന്റിലൊക്കെ റോണ്ടിലാണ് ഞാൻ ഏറ്റവും മുറുക്കി പിടിച്ചിരുന്നത്. ബാക്കിയെല്ലാം പോയിക്കോട്ടെ, ഈ ഒരെണ്ണം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയവും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്.